മമതാ ബാനർജിക്ക് മാരക പ്രഹരമാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം മമത SIR-ന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ പണിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുന്നില്ല ഇലക്ഷൻ ഡ്യൂട്ടിക്ക്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യൂ, വിരമിച്ച ജുഡീഷ്യൽ ഓഫീസർമാരെ വെച്ച് SIR പ്രവർത്തനം നടത്താൻ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അപ്പൊ മമത അവിടുത്തെ ഒരു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് സുപ്രീം കോടതിക്കും ബോധ്യപ്പെട്ടു എന്ന് ഇത് വ്യാഖ്യാനിക്കാമോ? പിന്നെ ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരം ഇന്നലെ 3 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 3 ജഡ്ജിമാര് പ്രഖ്യാപിച്ചത് ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരമാണ് ഈ ജുഡീഷ്യൽ ഓഫീസർമാരെയും റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജസ് വിത്ത് ഇംപീക്കബിൾ ക്യാരക്ടർ അവരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായിട്ട് നിയമിക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് സുപ്രീം കോടതി. അപ്പോ അതിന്റെ അർത്ഥം എന്താ? സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നു എന്നുള്ളതാണ്. പിരിച്ചുവിട്ടിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് അവരെ പിരിച്ചുവിട്ടിട്ടില്ല. അവരുടെ ആഗ്രഹം പിരിച്ചുവിട്ട് അങ്ങനെയുള്ള ഒരു സിമ്പതി കിട്ടണം എന്നായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഇത് അവിടെ ഒരു അസാധാരണ സാഹചര്യം നിലനിൽക്കണമെന്ന് ഇവര് പറയണത് എന്താ, ഈ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾ അങ്ങനെയൊക്കെ പറയുന്നത്, അതിന് സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ അതെ, അങ്ങനെ ഒന്നും നടത്താനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ല എന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. അത് തന്നെ സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ജനപ്രാതിനിധ്യ നിയമം 1950 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അത് പ്രകാരം ഈ തെരഞ്ഞെടുപ്പ് എപ്പം നടത്തണം, എങ്ങനെ നടത്തണം, എവിടെ, അതുപോലെ ഇലക്ട്രൽ റോൾ എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ പുനഃപരിശോധിക്കണം എന്ന് തീരുമാനിക്കാനായിട്ടുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷന് മാത്രമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ നമ്മുടെ സ്ഥിരം കുറെ വ്യവഹാരികളുണ്ടല്ലോ, AM സിംഗ്വിയും പിന്നെ പ്രശാന്ത് ഭൂഷണും കപിൽ സിബൽ അദ്ദേഹം ഉണ്ട് ഒക്കെ കൂടി പറഞ്ഞ് അത് ആ കേസിലാണ് അവര് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്ത് പിന്നെ ജോയ്മാല്യ ബാഗ്ചി തുടങ്ങിയവരുള്ള ബെഞ്ചാണ് അന്ന് വിധിച്ചത്. അല്ലെ, അവർക്ക് ബീഹാറിൽ നടന്ന SIR-നെ വളരെ ഉദാഹരണമായിട്ട് കാണിക്കുകയും ചെയ്തു. കാരണം അവിടെ വളരെ വാട്ടർ ഫ്രണ്ട്ലി ആൻഡ് നോൺ എക്സ്ക്ലൂഷണറി ആയിട്ടാണ് അവിടെ ഇത് നടന്നത്, SIR നടന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇപ്പോ ഈ ഇലക്ഷൻ കമ്മീഷൻ അഡ്വക്കേറ്റ് നായിഡു എന്ന് പറഞ്ഞ അദ്ദേഹം ഇന്നലെ സുപ്രീം കോടതിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ അദ്ദേഹത്തിനെ അവര് തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തു ഈ ബംഗാൾ ഗവൺമെന്റ്. ഇവരോട് പറഞ്ഞിരുന്നത് ഫെബ്രുവരി 9 മുമ്പ്, സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നത് ഫെബ്രുവരി 9 മുമ്പ്, ഫെബ്രുവരി 9 തീയതി ഒരു പ്രത്യേക ഉത്തരവ് വഴി ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാരെയും ആയിട്ട് സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് A ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടി ചെയ്യണമെന്നാ പറഞ്ഞ്. ഓക്കെ, അപ്പൊ അവരെന്ത് പറ്റി? അത് ചെയ്തില്ല, അവര് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ കേസ് പിന്നെ വന്നത്. ഇലക്ഷൻ കമ്മീഷനെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഇന്നലെ ഈ ജഡ്ജ്മെന്റിന്റെ ഒപ്പം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് DGP പീയൂഷ് പാണ്ഡെയോട് പേഴ്സണലായിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മീഷന്റെ റിക്വസ്റ്റ് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുത്തത്? അതിന്റെ ഉടനെ തന്നെ നിങ്ങൾ മറുപടി തരണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഡാമേജസ് ഉണ്ടാവും നിങ്ങളുടെ സർവീസസിൽ നിന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ ആ സംസ്ഥാനം കൊളമാക്കി. മാർക്സിസ്റ്റുകാരെ എങ്ങനെ നശിപ്പിച്ചു അവിടെ നിന്നിട്ട് അവർ തുടങ്ങി. അത് ഇനിയും കൊളാവാൻ ബാക്കിയില്ല, ആ രീതിയിലാക്കി വെച്ചു. വായ തുറക്കണത് തന്നെ കള്ളം പറയാനും കഞ്ഞി കുടിക്കാനും. നോട്ട് ജോക്കിംഗ്, ഇതാണ് യാഥാർത്ഥ്യം. അയ്യോ, എന്നിട്ട് മറ്റേ കൽക്കത്തയിലെ മെയിൻ റോഡിലൊക്കെ കുറെ പെയിന്റ് അടിച്ച് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ബംഗാൾ നമ്പർ 1 സ്റ്റേറ്റ് ആണ്. അല്ല സാർ, മമത എന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങൾ? SIR ഒരു കാരണവശാലും നിർത്തിവെക്കില്ല, മാറ്റിവെക്കില്ല, റദ്ദാക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനോട് സഹകരിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടും അവരെന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുകയും ഒന്നും ചെയ്യാതെ ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭയന്നിട്ടാണോ? അവര് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നുള്ള പേടിയായിരുന്നു. കാരണം ആരാ അവർക്ക് വോട്ട് ചെയ്യണം? ഈ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികള്, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ളത്. അവരാണ്, അത് മുഴുവൻ മുസ്ലിംസാ.
പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയായി, RSS ആയി, സംഖ്യയായി. പക്ഷെ സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബംഗാളിലേക്കും ആസാമിലേക്കും കുടിയേറി പാർത്തിരിക്കുന്ന, അനധികൃതമായി കുടിയേറി പാർത്തിരിക്കുന്ന മുഴുവൻ മറ്റേ മുസ്ലിംസാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള. ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ ഉള്ള സമയത്ത് നടക്കുക. നമുക്കൊരു മുൻ രാഷ്ട്രപതി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന്. അദ്ദേഹം ആസാമിയായിരുന്നു എല്ലാ അർത്ഥത്തിലും. ആസാമിലാ ജനിച്ചുള്ളത്. നമ്മൾ പറയില്ല ആൾ ആസാമി എന്ന് പറയുന്നത്. അത് പണ്ട് നമ്മുടെ കേസരി ആഴ്ചപ്പതിപ്പും അതുപോലെ ഓർഗനൈസർ അങ്ങനെയുള്ള എത്രയോ പബ്ലിക്കേഷൻസ്, പ്രസിദ്ധീകരണങ്ങള് കേന്ദ്ര ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നാന്നറിയാമോ? 1960കളിൽ തന്നെ അതൊരു ആസാം ഒരു മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ് ആക്കിയിട്ട് മാറ്റണം എന്നായിരുന്നു രാഷ്ട്രപതിയായിരുന്ന ആളുടെ ആഗ്രഹം. അതെ അതെ അതെ. അതിന് പിന്നെയാണ് അയാള് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി, രാഷ്ട്രപതിയായി ചത്തുംപോയി. അതിനിടയ്ക്ക് ഈ പ്രധാനമന്ത്രി ഒരിക്കൽ പാർലമെന്റിൽ പറഞ്ഞിരുന്നില്ല, ഈ ആസാമിനെയും ബംഗാളിനെയും പാകിസ്ഥാന് വിട്ടുകൊടുക്കാനായിട്ട് നെഹ്റു ഒക്കെ തീരുമാനിച്ചിരുന്നു. പാർലമെന്റിൽ പറഞ്ഞു. അതെ, ഇതൊരു വൻ പ്രശ്നമാണ്. ഇവരെന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആസാമിൽ ഇപ്പൊ അവിടെ നല്ലൊരു മുഖ്യമന്ത്രി ഉള്ളത് കാരണം സംഗതിയൊക്കെ നടന്നു പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവേടും കൊണ്ട് സംഗതി ഒരുമാതിരിയൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് അവരത്. പക്ഷെ ആസാം ഇലക്ഷന് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധി എവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഗുവാഹട്ടി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ തോൽവി ഉറപ്പല്ലേ കോൺഗ്രസിന്. ആയമ്മ കാമാഖ്യ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ഇതൊക്കെയാണ് അവിടെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ പറയണേ. അതോടുകൂടി കാമാഖ്യ ദേവി കനിഞ്ഞു, ആയമ്മനെ അനുഗ്രഹിച്ചു, കോൺഗ്രസ് പാർട്ടി ജയിച്ചു എന്ന് വരെ എഴുതി വെക്കുന്നുണ്ട്. അതെ 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 അതെ. ഏതായാലും ഈ ബംഗാൾ ഇലക്ഷൻ ഇപ്പൊ മമത SIRനെ ഒരാളെ പോലും കൂട്ടിച്ചേർക്കാനോ ഒരാളെ പോലും ഒഴിവാക്കാനോ അനുവദിക്കില്ല എന്ന് പറയുന്ന മമതയ്ക്ക് തോൽക്കുകയല്ലാതെ വേറെ മാർഗമില്ല അല്ലെ? മമതയ്ക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു അധികാരമില്ല. അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ. അവർക്ക് അവരുടെ നിയമങ്ങളനുസരിച്ചിട്ട് അവർ മുമ്പോട്ട് പോയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ എന്തുമാത്രം വൃത്തികേട് പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുന്ന മണ്ടൻ അല്ലെങ്കിൽ ആ കുബുദ്ധി. ഈ കേരള IAS ഉദ്യോഗസ്ഥനായിരുന്നു ജ്ഞാനേഷ്. അദ്ദേഹത്തിനെ പറ്റി എല്ലാവർക്കും ബഹുമാനാണ്. വളരെ ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ പറ്റി എല്ലാവരും പറയുന്നത്. എന്തിനാ നമ്മുടെ BJPയുടെ നേതാവില്ലേ ശ്രീലേഖ, മുൻ DGP, അവരുടെ ജൂനിയർ ആയിരുന്നു അദ്ദേഹം IASല്. ശ്രീലേഖ IPS. അപ്പൊ ശ്രീലേഖ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എന്നറിയാമോ. എത്ര നല്ല ഉദ്യോഗസ്ഥനാണ്, വളരെ ഇന്റഗ്രിറ്റി ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. ഉന്നതങ്ങളിൽ എത്തുന്നുള്ളവര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം നിയമം എന്താണോ അതനുസരിച്ചിട്ട് അദ്ദേഹം മുമ്പോട്ട് പോവുള്ളൂ. വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹത്തെ പറ്റി അങ്ങനെയൊക്കെ പറയാമോ അദ്ദേഹത്തിന്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബംഗാളിൽ എത്രമാത്രം ക്രിമിനൽ കേസുകൾ നടക്കുന്നു. മുസ്ലിങ്ങളെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് കേസല്ല. അതാണ് മമതയുടെ ഇത്. അവര് മാക്സിമം അപ്പീസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇപ്പോ എന്താ ഉണ്ടാവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനധികൃതമായി അവിടെ കുടിയേറി പാർത്ത ബംഗ്ലാദേശികളെ മുഴുവനും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വട്ടം അവര് തോക്കും. ചേടത്തി മമതാ ബാനർജി അവര് തോക്കും. പുതിയ നേതൃത്വം വരും അവിടെ, BJP ആരാണെങ്കിലും. അപ്പൊ ഇപ്പൊ എന്താ കുഴപ്പം? ഈ കോൺഗ്രസും CPM-ഉം പിന്നെ മമതയായിട്ടൊരു രഹസ്യ ധാരണയുണ്ട്. അവരൊക്കെ മറ്റേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. BJP അവിടെ വരരുതെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. BJP വന്ന ഈ പറയുന്ന മുസ്ലിങ്ങൾ അതിനധികൃത കുടിയേറ്റക്കാരും മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കും. ഇതുവരെ അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. നമ്മുടെ ഭാഗധേയം തീരുമാനിക്കുന്നത് ബംഗാളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. ഒക്കെ ആരോട് ചോദിച്ചാലും പറയും മൂർഷിദാബാദിൽ നിന്നാണ് വന്നേക്കണേ. ഒക്കെ ബംഗ്ലാദേശികളാണ്, കള്ളന്മാര് മുഴുവൻ. ഇവിടെ വന്ന് മയക്കുമരുന്നും പിന്നെ ഇല്ലാത്ത ഇടപാടൊന്നുമില്ല അവർക്ക്. അത് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മയക്കുമരുന്നിനെ അടിമയാക്കാനായിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകുന്നു. ഏതായാലും സുപ്രീം കോടതിക്ക് ഇത് ബോധ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കുന്നില്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിമാര് നടത്തട്ടെ എന്ന് പറഞ്ഞാൽ മമതയ്ക്ക് ഇതിൽ പര ഒരു പ്രഹരം കിട്ടാനില്ല.
ഇതൊരു വലിയ സെറ്റ് ബാക്ക് ആണ്. അതിനിടയ്ക്ക് അതാണ് ആ കല്യാൺ ബാനർജി എന്ന് പറഞ്ഞൊരു കുരങ്ങനുണ്ടല്ലോ, പാർലമെന്റ് മെമ്പറാണ്. അയാള് ഇന്നലെ എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കി ഡൽഹിയിലോ ഇവിടെ വെച്ചിട്ട്. അവരിന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് പിക്കറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ബംഗാളില്. പ്രശ്നമെങ്കിൽ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഉടനെ തന്നെ ഒരു ലക്ഷം പേരെ അസംബിൾ ചെയ്യാം. കാരണം ഈ മുസ്ലിങ്ങളല്ല, അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാവി എന്റെ കയ്യിലായിരിക്കണം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വെച്ചെന്ന് മമതയ്ക്ക് ജയ് വിളിക്കും. പണ്ട് സുനിലിന് ഓർമ്മയില്ലേ, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോ എല്ലാവരും അന്ന് വാജ്പേയിയോട് ചോദിച്ചിരുന്നു, യു ആർ ബീങ് സപ്പോർട്ടഡ് ബൈ മമത, സമത ആൻഡ് ജയലളിത, ഹൗ യു ആർ ഗോയിങ് ടു മാനേജ്. അതായത് സമത, മമത ആൻഡ് ജയലളിത, ഇവര് മൂന്നുപേരാണ്. സമതാ പാർട്ടി എന്നായിരുന്നു അന്ന് ജനതാദളിന്റെ ഒരു ഇത്. അവരും പിന്നെ ഈ മമതയും പിന്നെ ജയലളിതയും കൂടിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത്. എങ്ങനെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റൈലിൽ ചിരിച്ചോണ്ട് നോക്കാം നമുക്ക് എന്തുമാത്രം പോകുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ മമതയൊക്കെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗമാണ്, ഞാനൊരു പൗരനാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ഈ ബഹളവും തല്ലും കുത്തും വടിയും ആൾക്കാരെ വിട്ട് കൊല്ലിച്ചുകയൊക്കെ ചെയ്തിട്ടാണ് അവർ ഈ പിടിച്ചു നിൽക്കണം മുഴുവൻ. അധികാരത്തിൽ ഇരിക്കുക എന്നുള്ള കേവല ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതെ, ചിലർക്ക് അധികാരം ഇല്ലെങ്കിൽ പറ്റൂലല്ലോ. ഈ പറഞ്ഞ പോലെ അല്ല, മമത ഭയക്കുന്നുണ്ടാവും ഒരു പക്ഷെ അധികാരം പോയാൽ ചിലപ്പോൾ ജയിലായിരിക്കും എനിക്ക് കിട്ടുക എന്നുള്ളത്. എന്റെ സുനില് ആയ്മ എത്ര കേസിൽ പ്രതിയാ. ശാരദാ കേസൊക്കെ സുനിലിന് അറിയില്ലേ, 70,000 കോടിയോ. അതുപോലെ അതിൽ നമ്മുടെ ചിദംബരത്തിന്റെ ഭാര്യ വരെ ഇൻവോൾവ് ആണ്, നളിനി ചിദംബരം വരെ ഇൻവോൾവ് ആണ് അവര്. അപ്പൊ അത് ഒരു വൈഡ് നെറ്റ്വർക്ക് ഉണ്ട് ആയ്മയ്ക്ക് ഈ അഴിമതിയിലെ ഭാഗമാക്കായിട്ട്. പിന്നെ അവരുടെ കൂടെ ഉള്ള ആൾക്കാര് ബംഗാളിലുള്ളതോ പോട്ടെ, മറ്റൊരു പെണ്ണുണ്ടല്ലോ, മഹുവ മൊയ്ത്ര എന്നൊക്കെ പറഞ്ഞൊരു പെണ്ണുണ്ട്. ഇത് അവള് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തേക്കാണ്. ഒരു പട്ടിക്കുട്ടീനെ എനിക്കും എന്റെ മുൻ ഭർത്താവിനും കൂടി ഉണ്ടായിരുന്നു, അതിപ്പോ അയാള് കൈവശം വെച്ചേക്കുക, അതിനെ എനിക്ക് മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാ പിന്നെ അയാൾക്ക് പുതിയ ഭർത്താവിനൊരു പുതിയ പട്ടിക്കുട്ടീനെ മേടിച്ചു കൊടുത്തുകൂടെ? അതല്ലേ നല്ലത്, എളുപ്പം ഈ കേസിനൊക്കെ പോണേ കഴിയുമ്പോ. സുപ്രീം കോടതി പട്ടി കേസ് നോക്കാനല്ലേ ഇരിക്കുന്നത്. ഇതിലും വലിയ ഇലക്ഷൻ കേസ് വന്നിട്ട് സുപ്രീം കോടതി എന്താ പറയുക, അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇവളുടെ ഈ കേസും കൊണ്ട് എന്താക്കണം. പിന്നെ അവരുടെ കേരളത്തിലെ റെപ്രസെന്റേറ്റീവ് ആരാ, എന്റെ ദൈവം, അയാളെ പറ്റി വല്ലതും പറഞ്ഞ അയാളെ ആളെ വിട്ട് അടിപ്പിക്കും നമ്മളെയൊക്കെ. ഒരു അൻവർ അല്ലേ, നമ്മുടെ PV അൻവർ. ഇന്നലെ സാറ് പക്ഷെ അൻവറിനെ കുറിച്ച് വളരെ നല്ല കമന്റ് പറഞ്ഞായിരുന്നല്ലോ. അല്ല, അയാൾ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, രാഹുൽ ഗാന്ധിക്ക് DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു. അത് ഉള്ള കാര്യമല്ലേ അത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സാർ, ഈ ബംഗാൾ ഇലക്ഷൻ ഇത്തവണ വലിയ രക്തരൂക്ഷിതമാകാൻ സാധ്യതയുണ്ട്. മമത എന്തും ചെയ്യും. അത് മിക്കവാറായിട്ടായിരിക്കും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ പോണ കേട്ടോ. കമ്മീഷൻ അവരിപ്പോ ടൂർ ചെയ്തോണ്ടിരിക്കുക, ആസാം ബംഗാളൊക്കെ ടൂർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവും എത്രയാണ്. കുറച്ചെങ്കിലും സത്യസന്ധതയും ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥന്മാര് ബംഗാളിലുണ്ട് സുനിൽ. അപ്പൊ ഇവരോട് പറയാതിരിക്കില്ല എന്താണ് നടക്കണേന്ന്. ഏതായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ഓക്കെ സാർ, താങ്ക് യു.